എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്ദനം. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം 7-ാം വാക്യം. എന്നാ ദേശത്ത് മഴ പെയ്യായികയാൽ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന സാരഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക. നിന്നെ പുലർത്തേണ്ടതിനെ അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ഏലിയാവിന്റെ ജീവിതാനുഭവത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടായ ഒരു കാര്യമാണല്ലോ നാം ഇവിടെ വായിക്കുന്നത്. ഏലിയാവിനെ പുലർത്തേണ്ടതിനെ, ഒളിപ്പിച്ച് പാർപ്പിക്കേണ്ടതിന് ദൈവം കരീത്ത് തോട്ടിലേക്കാണ് ഏലിയാവിനെ അയക്കുന്നത്. കരീത്ത് തോട്ടിന്റെ അരികിൽ ചെന്ന ഏലിയാവിനെ അവിടെ പോഷിപ്പിക്കേണ്ടതിന് കാക്കയോട് കൽപ്പിച്ചിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് തോട്ടിൽ നിന്നും ദൈവം അനുവാദവും കൊടുത്തിരുന്നു. ഇങ്ങനെ തോട്ടിലെ വെള്ളവും കാക്ക കൊടുക്കുന്ന ഭക്ഷണവും കഴിച്ച് എത്ര നാളുകൾ പാർത്തു എന്ന് നമുക്ക് നിശ്ചയമായി പറയാൻ കഴിയുന്നില്ല. എങ്കിലും ദൈവം പാർപ്പിച്ച സമയങ്ങൾ എത്രയോ, ആ സമയങ്ങളൊക്കെ അവിടെ പാർത്തു. എന്നാൽ ആ കാലാവധി തീരുമ്പോൾ തോട്ടിലെ വെള്ളം ഒരു ദിവസം നോക്കിയപ്പോൾ വറ്റിയിരിക്കുന്നു. കാക്കയുടെ വരവ് നിന്നതായിട്ടൂടെ പറയുന്നില്ല, എങ്കിലും കാക്കയുടെ വരവും നിന്ന് കാണും. അപ്പോഴാണ് യഹോവ ഏലിയാവിനോട് സംസാരിക്കുന്നത്, നീ എഴുന്നേറ്റ് സാരഫാത്തിലേക്ക് പോകാം. സ്വാഭാവികമായി നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ദൈവം തന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ദൈവം ഒരുക്കിയ വഴികളിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉറവ, ആ വഴി വറ്റുമ്പോൾ, അടയുമ്പോൾ നാം മനസ്സിലാക്കണം, ദൈവത്തിന് നമ്മോട് ചിലത് സംസാരിക്കാനുണ്ട്. തോട് വറ്റിയപ്പോഴാണ് ദൈവം ഏലിയാവിനോട് പറയുന്നത്, നീ സാരഫാത്തിലേക്ക് പോകാം. അപ്പോൾ ചില ശൂന്യതകൾ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മെ നയിക്കാനുള്ള വഴികൾ ആയിരിക്കാം. ചില ബുദ്ധിമുട്ടുകൾ മറ്റൊരു വഴി ദൈവം നമുക്ക് വേണ്ടി തുറന്നിട്ട് ആയിരിക്കാം. നമുക്കറിയാമല്ലോ, അബ്രഹാമിന്റെ വീട്ടിന്റെ വാതിൽ ഹാഗാറിന് വേണ്ടി അടഞ്ഞു. എന്തിനു വേണ്ടിയായിരുന്നു? മരുഭൂമിയിൽ ഒരു ഉറവ തുറക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ പ്രതീക്ഷിക്കാത്ത ചില വഴികൾ അടയുന്നത് ചില ഉറവകൾ തുറക്കാനും ദൈവശബ്ദം നാം വ്യക്തമായി കേൾക്കുവാൻ വേണ്ടിയാണ്. ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചു, 3 വിധത്തിൽ ഏലിയാവിനെ ദൈവം നടത്തി. ഒന്ന്, കാക്കയെ കൊണ്ട് പോഷിപ്പിക്കുകയായിരുന്നു. മറ്റൊന്ന്, ഒരു നിവൃത്തിയില്ലാത്ത ഒരു വിധവ, അവളെയും കൊണ്ട് പോഷിപ്പിക്കുകയായിരുന്നു. മറ്റൊന്ന്, ദൂതനെ കൊണ്ട് പോഷിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ദൈവത്തിന് എങ്ങനെ പ്രവർത്തിക്കണം, ദൈവം എങ്ങനെ പ്രവർത്തിക്കണം എന്ന് നാം ചിന്തിക്കുന്ന, നാം പറഞ്ഞു കൊടുക്കുന്ന ആജ്ഞ അനുസരിച്ചല്ല, മറിച്ച് ഏത് വിധേനയും തൻ്റെ ദാസന്മാരെ, തൻ്റെ മക്കളെ, തൻ്റെ ജനത്തെ ദൈവത്തിന് നടത്താൻ കഴിയും, തൻ്റെ ശബ്ദം കേൾപ്പിക്കാൻ കഴിയും എന്ന് ഈ വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അവയാൽ തോട് പറ്റിയപ്പോൾ ഏലിയാവ് ദൈവശബ്ദം വ്യക്തമായി കേൾക്കുന്നു. ദൈവശബ്ദം കേൾക്കാൻ ചില ശൂന്യതകളിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോയെന്ന് വരും. ദോഷത്തിനല്ല, അവിടെയും പുലർത്തുവാൻ ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കായും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ.
ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.